ഹലോ ഗൈസ്, ഇപ്പൊ 10 മണി സമയമായിട്ടുണ്ട്. ഇപ്പൊ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഒരുപാട് ദൂരത്തേക്ക് ആളുകൾ ക്യൂ നിൽക്കണം. നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ നിൽക്കുന്ന കണക്കിന് ദൂരം നോക്കുമ്പോൾ അത്ര ആൾക്കൂട്ടം പോലെയൊക്കെ തോന്നുന്നു കേട്ടോ. ഭയങ്കര ലോങ് ആയിട്ട് വരും നിൽക്കുക. അത് എന്താ സംഭവം എന്നറിയാമോ? ഈ രാത്രി നേരത്ത് പ്രശ്നമുള്ള ജനങ്ങൾ മുഴുവൻ ഇത്രയും വരുന്ന മണിക്കൂറുകളോളം വരുന്നെന്ന് മേടിക്കുന്നത് എന്താണെന്നറിയോ? ജാക്കറ്റ് പൊട്ടേറ്റോസ്. അത് ഗൈസ്, ഉരുളക്കിഴങ്ങ്. ഈ സ്പഡ് ബ്രോസ് എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് ഉരുളക്കിഴങ്ങ് കഴിക്കാനാണ് ഈ നേരത്തെ ഇത്രയും നേരം ഇവർ വരി നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ വാഴ നനിയുമ്പോൾ ചീരുന്നനിയെന്ന് പറഞ്ഞ പോലെ ഇത് കോഫി ഷോപ്പുണ്ട്. അവിടെ നിന്ന് ആളുകൾ ഈ വരി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാനും അല്ലെങ്കിൽ ബോറടി മാറ്റാനായിട്ട് അവിടെ പോയിട്ട് ചായ കുടിച്ച് ഇവിടെ വീണ്ടും വന്ന് വരി നിൽക്കുന്നു. കാറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ദൂരദേശത്തു നിന്നൊക്കെ ഓരോരുത്തരൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ഇവരുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് സത്യം തോന്നുന്നു. അത്രയും പേരിങ്ങനെ വരുന്നുണ്ട്. വ്ളോഗേഴ്സ് വരുന്നു, വ്ളോഗ് എടുക്കുന്നു, റിവ്യൂ പറയുന്നു. എൻ്റെ മുന്നേ ആകെ മൊത്തം ബഹളം. ശരിക്കും ഒരു ഉത്സവം. ഇതിൻ്റെ ഇടയിൽ കൂടെ അതിലും കോമഡി എന്താണെന്ന് വെച്ചാൽ കുറെ കോളേജ് പിള്ളേർ നമ്മുടെ നാട്ടിൽ മുദ്രാവാക്യം വിളിച്ചു പോകുന്ന പോലെ യു ആർ വേസ്റ്റിംഗ് ടൈം ഫോർ എഫ് വേർഡ് പൊട്ടേറ്റോ എന്നും പറഞ്ഞ് അങ്ങ് മുദ്രാവാക്യം വിളിച്ച് ഇവരുടെ തന്നെ ഇടയിൽ കൂടെ പാമ്പഴഞ്ഞു പോകുന്ന പോലെ കയറി പോകും. ആരും ഒന്നും പറയുന്നുമില്ല. ഇവിടത്തുകാർ തന്നെ പലരും അവരെ വീണ്ടും ചീത്ത വിളിച്ചുകൊണ്ട് പോകുന്നു. ഇവിടുത്തുകാർക്ക് എന്തായാലും വരി നിൽക്കുന്ന ഒരു ഹരമായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് നിന്നോളൂ. എത്ര മണിക്കൂർ വേണമെങ്കിൽ. എന്തായാലും ഉരുളക്കിഴങ്ങിന് വേണ്ടി വരി നിൽക്കാൻ എന്നെ കിട്ടൂല. രാവിലെ ഇങ്ങനെ തിരക്കണ്ടുണ്ടെങ്കിൽ ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. രാത്രി ദൂരം നോക്കിയപ്പോൾ എന്തോ വലിയ പരിപാടി നടക്കണം. അത്രയും ആൾക്കൂട്ടായിട്ട് ആ ഫ്രണ്ട് നോക്കിയപ്പോൾ തോന്നിയത്. അപ്പോൾ എന്തായാലും നിങ്ങളാരെങ്കിലും ഇവരുടെ നിന്ന് ഫുഡ് മേടിച്ച് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നുള്ള താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ വരുന്ന സാധനങ്ങൾ മേടിക്കാൻ ഇഷ്ടമുള്ളവരെ UK വരൂ, സന്തോഷിക്കൂ.